ഓൾറൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ആൻഡ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യേണ്ട സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, പിന്നെ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതിൻ്റെ തംബ്നെയിൽസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ്, പിന്നെ കാർഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ്സ് സേ എൻഡ് സ്ക്രീൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതിനുശേഷം കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള കാര്യം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പാസ് ആവണം. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ കവർ ചെയ്യുന്നുണ്ട്. സോ എസെൻഷ്യലി ദിസ് ഇസ് ഗോയിങ് ടു ബി എ വൺ സ്റ്റോപ്പ് ഗൈഡ് ടു സ്റ്റാർട്ട് എ ന്യൂ യൂട്യൂബ് ചാനൽ ദിസ് ഇയർ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. ഓൾറൈറ്റ്. സോ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജിമെയിൽ ഐ ഡി ആണ്, വിച്ച് ഐ അസ്യൂം യു ഓൾറെഡി ഹാവ്. ഈ വീഡിയോ കാണുന്ന 99.9% ആൾക്കാർക്കും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്, വിച്ച് മീൻസ് യു മൈറ്റ് ഓൾറെഡി ഹാവ് എ ജിമെയിൽ ഐ ഡി. പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇമെയിൽ ഐ ഡി, അതായത് ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിലും ഐ വുഡ് പ്രിഫർ യു യൂസ് എ ഡിഫറെൻറ്റ് വൺ. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടൊരു പുതിയ ജിമെയിൽ ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇമെയിലും ഈ ഒരു ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിലും രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കാൻ ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇമെയിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വേറെ ഒരു ഇമെയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡിസിഷനാണ് നിങ്ങൾ ഫസ്റ്റ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഐ വിൽ വാക്ക് യു ത്രൂ ദ എൻറ്റയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് സീ. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇനി ഓൾറെഡി ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, ആൻഡ് ആ ഒരു ജിമെയിൽ അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഒരു പുതിയ ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ ഗൂഗിൾ ആൻഡ് സെർച്ച് ഫോർ സംതിങ് ലൈക്ക് ലെറ്റ്സ് സേ ജിമെയിൽ സൈൻ ഇൻ. എന്നിട്ട് ആ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ഓപ്ഷൻ. എന്നിട്ട് പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നെയിം കൊടുക്കുക, ആസ്ട്രോ. നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ലെറ്റ് മീ പുട്ട് സം റാൻഡം നമ്പേഴ്സ്. നെക്സ്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ് എന്ന ഓപ്ഷൻ ഞെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇമെയിൽ ഐ ഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം സ്റ്റഫ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് നെക്സ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് റെഡിയാവും. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് വെക്കുക. ഓൾ റൈറ്റ്. സോ നിങ്ങളൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ക്ലിക്ക് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. ആൻഡ് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു പുതിയ ഒരു ജിമെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജിലേക്ക് എത്തുന്നതിന് പകരം നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോമുള്ള പേജിലേക്കായിരിക്കും എത്തുക. അല്ല നിങ്ങൾക്ക് ഇനി ഓൾറെഡി ഒരു യൂട്യൂബ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ആൻഡ് അതാണ് നിങ്ങൾ യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ആൻഡ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് കാണിക്കും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ആ ഒരു ലെറ്റ്സ് സേ നിങ്ങളൊരു ഫ്രഷ് ആയിട്ട് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ പോപ്പപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വരും കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇൻ ദിസ് കേസ് ഞാനിപ്പോൾ എൻ്റെ പേര് തന്നെ ജസ്റ്റ് കൊടുക്കാം, ആസ്ട്രോ കെ ജോസഫ്. അപ്പോൾ ഈ ഹാൻഡിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു യൂസർ നെയിമാണ്. @ ആ ഒരു ഹാൻഡിലായിരിക്കും നമ്മളുടെ യൂട്യൂബിലുള്ള യൂസർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആസ്ട്രോ കെ ജോസഫ് ഓൾറെഡി ടേക്കൺ ആയിരിക്കും. അപ്പോൾ ഞാൻ astrokjoseph.io എന്ന് പറഞ്ഞിട്ട് മേ ബി ഇത് യൂസ് ചെയ്യാം. ഓക്കെ. അത് ഓൾറെഡി ടേക്കൺ ആണ്. അപ്പോൾ മേ ബി ഞാൻ astro_k_joseph എന്ന് പറഞ്ഞ ഈ ഒരു ഹാൻഡിലാണ് ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങളുടെ പേര് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്കൊരു ഹാൻഡിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗൈൻ ഇത് ഞാൻ ഫ്യൂച്ചറിൽ എന്തായാലും ചെന്ന് മാറ്റുന്നതുമായിരിക്കും. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഞാൻ എന്തായാലും ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഗോ അഹെഡ് ആൻഡ് ക്ലിക്ക് ഓൺ ദിസ് ഓപ്ഷൻ ദാറ്റ് സേസ് ക്രിയേറ്റ് ചാനൽ. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. പക്ഷേ ഇനിയുള്ള സ്റ്റെപ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ് ടു കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ ആക്ച്വലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ആ ഒരു ചാനലിലേക്ക് ജസ്റ്റ് റീഡയറക്ട് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അതായത് ഹാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും, @astrokjoseph എന്ന് പറഞ്ഞിട്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് വരുന്നത്, അതായത് കസ്റ്റമൈസിങ് യുവർ ചാനൽ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റെഡിയാണ്, പക്ഷേ നിങ്ങളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങർ ആയിട്ടുള്ള വീഡിയോ, അതായത് 10-15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല.
കസ്റ്റം തംബ്നെയിൽസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടില്ല, കോൺടാക്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടില്ല, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ചാനൽ ബാനറും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നെക്സ്റ്റിനുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നെയിമിൻ്റെ, അതായത് പ്രൊഫൈൽ പിക്ചറിൻ്റെ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് കാണാൻ പറ്റും, വെൽക്കം ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട്. ആൻഡ് ബൈ ദ വേ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നിങ്ങളുടെ ചാനലിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്, മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ അനലിറ്റിക്സ്, നമ്മുടെ വീഡിയോ ഒക്കെ എവിടെ നിന്നാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വ്യൂ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു studio.youtube.com എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ആൻഡ് ഒബ്വിയസ്ലി ഇവർക്കൊരു മൊബൈൽ ആപ്പും ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. ഇനി വിച്ച് വൈസ് ഞാനിപ്പോൾ ചെന്നിട്ട് ഈ ഒരു കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരെ നമ്മുടെ ചാനൽ റെഡിയാണ്, കറണ്ട് സബ്സ്ക്രൈബേഴ്സ് 0 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ കസ്റ്റമൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബാനർ ഇമേജും നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറും പിന്നെ ബാക്കി ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബേസ് ചെയ്തിട്ടൊരു ചാനലാണ് നിങ്ങൾ തുടങ്ങുന്നത് ആൻഡ് നിങ്ങളുടെ ഫേസ് ആണ് ഇതിന് പ്രൊഫൈൽ പിക്ചറാക്കി വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിക്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി അല്ല നിങ്ങളൊരു ബ്രാൻഡ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊരു സ്പെസിഫിക് ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോഗോ ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യാം. ആൻഡൊക്കെ നിങ്ങൾക്ക് ലോഗോ ഒക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ക്യാൻവ പോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഇൻ ദിസ് കേസ് ഞാനിതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചാനൽ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എൻ്റെ ലെറ്റ്സ് സേ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് എനിക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ഞെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദിസ് ലുക്സ് ജസ്റ്റ് അബൌട്ട് റൈറ്റ്. ആൻഡ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡൺ ഞെക്കുകയാണ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാനർ ഇമേജ് ആണ്. അപ്പോൾ ഈ ഒരു ബാനർ ഇമേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബാനർ കാണാൻ പറ്റും, റൈറ്റ്? ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ തൊട്ട് മേളിൽ നമുക്ക് വേറൊരു കവർ ഫോട്ടോ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അതിനെയാണ് ബേസിക്കലി ബാനർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാനർ ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ആൻഡ് നിങ്ങളിത് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഈ 2048x1152 എന്ന് പറഞ്ഞ ഒരു പിക്സൽസിൻ്റെ അകത്തുള്ള ആ ഒരു റെസൊല്യൂഷനിലുള്ള ആ ഒരു സൈസിലുള്ള ഒരു ബാനർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ബാനർ ഇമേജ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്തു. ക്യാൻവേൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ ചെന്നിട്ട് യൂട്യൂബ് ബാനർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറേ അധികം ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ജസ്റ്റ് ഒരു റാൻഡം വൺ ഞാനിപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്, ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇമേജ് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കവറായിട്ട് അല്ലെങ്കിൽ ബാനറായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് ജസ്റ്റ് സെറ്റാക്കി ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. യു ഗെറ്റ് ദ പോയിന്റ്, റൈറ്റ്? ഒരു ബാനർ ഇമേജ് വിച്ച് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് നിങ്ങളുടെ ചാനലിൻ്റെ കോൺടാക്ട്സിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാനർ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാനിപ്പോൾ എന്തായാലും ചെന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ PNG ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ആ ഒരു ചാനൽ ബാനർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ആ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലെറ്റ്സ് സേ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഓപ്പൺ ഞെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് നമ്മളുടെ ആക്ച്വലി എന്താ പറയുക ഒരു മെയിനായിട്ട് നമ്മുടെ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൊക്കെ ആണെങ്കിലും വിസിബിൾ ആവുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി സ്മാർട്ട് TVസിലൊക്കെയാണ് നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുന്നതെങ്കിലാണ് ഈ എൻറ്റയർ കോണ്ടൻറ്റ് കാണുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വിസിബിൾ ആവേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ബോക്സിനുള്ളിൽ വരുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ചാനൽ ബാനർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ കിട്ടും ആസ് ടു ഹൗ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ഓൺ ദീസ് ഡിവൈസസ് ലൈക്ക് ഡെസ്ക്ടോപ്പ് ആൻഡ് മൊബൈൽ ഡിവൈസസ്. അതിനുശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഡൺ ഞെക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാനർ ഇമേജും സെറ്റ് ചെയ്തിട്ടുണ്ട്, പിക്ചറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നെയിം എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാനലിൻ്റെ പേര് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് 14 ഡേയ്സിൽ അതായത് 2 വീക്സിൽ ഒരു വട്ടം മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 വട്ടം മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. പിന്നെ അതിനുശേഷം നമുക്ക് ഹാൻഡിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂസറിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യലാണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ വ്യൂവേഴ്സ് എന്താണോ അറിയേണ്ടത് അതാണ് നിങ്ങൾ ബേസിക്കലി ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിനെ പറ്റി ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ വരേണ്ടതെന്നുള്ളതും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കസ്റ്റമായിട്ട് റൈറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ഒരെണ്ണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ChatGPT ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ChatGPT ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. ക്രിയേറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ യൂട്യൂബ് ചാനൽ. ദ ചാനൽ നെയിം ഈസ് ആസ്ട്രോ കെ ജോസഫ് വിച്ച് ഈസ് ഓൾസോ മൈ നെയിം. ഐ എം എ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതൊക്കെ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. ആൻഡ് ഐ ക്ലിക്ക് ഓൺ സെൻഡ്. അപ്പോൾ ഇവിടെ ChatGPT ഒരു ബേസിക് വൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി എലാബറേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മച്ച് ബെറ്റർ വൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലാംഗ്വേജും ഈ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും അത് ചെയ്യുന്നില്ല. ആൻഡ് അഗൈൻ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്സ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ചാനൽ ഒരാൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ലിങ്ക് കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലേക്കുള്ള ലിങ്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഐക്കണും അതായത് ഫാവ് ഐക്കോൺ പിന്നെ ആ വെബ്സൈറ്റിൻ്റെ പേരും അഡ്രസ്സും ഇവിടെ കാണാൻ പറ്റും. ആൻഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് നിങ്ങളുടെ മറ്റ് ഏതാണോ ലിങ്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ചെന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ലിങ്ക് ഓപ്ഷൻ ഞെക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വരേണ്ട ടൈറ്റിൽ ഉണ്ടല്ലോ, ഇതെന്താണോ വരേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം അത് ഇവിടെ കൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. ലെറ്റ്സ് സേ ഇപ്പോൾ എനിക്ക് എൻ്റെ ട്വിറ്ററിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ട്വിറ്ററിൻ്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഐ ഗോ ഹാഡ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ഹിയർ. ട്വിറ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സ് ആണ്. സോ എക്സിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇവിടെ എക്സ് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ ചെന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഒക്കെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ലൈൻ ഉണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതായത് ഓർഡർ മാറ്റാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ലിങ്ക് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് ഇൻഫോ എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഓരോരോ ബ്രാൻഡ്സിനൊക്കെ കൊളാബറേഷനോ അല്ലെങ്കിൽ ബ്രാൻഡ് ഡീൽസിനൊക്കെ വേണ്ടി നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇമെയിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു കോൺടാക്ട് ഇൻഫോ സെക്ഷൻ്റെ ഇവിടെ ഈ ഒരു ഇമെയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രാൻഡ്സിന് വേണ്ടി മാത്രമല്ല, ആർക്കെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇമെയിൽ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷനിലായിരിക്കും അത് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് ഇവിടെ വ്യൂ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമെയിൽ കാണാൻ പറ്റും. സോ ദാറ്റ്സ് ബേസിക്കലി ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഇമെയിൽ കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റിൻ്റെ ഇമെയിലാണ് കൊടുക്കുന്നത്. astro@astrokjoseph.com. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയ ഇമെയിലാണ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഇവിടെ ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ വാട്ടർമാർക്ക് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ വീഡിയോ വാട്ടർമാർക്ക് എന്ന് വെച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ വാട്ടർമാർക്ക് സെറ്റ് ചെയ്തൊരു ചാനലിൽ വീഡിയോ കാണുകയാണെങ്കിൽ ടുവേർഡ്സ് ദി ബോട്ടം റൈറ്റ് കോർണറിൽ നമുക്കൊരു കസ്റ്റം ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു ഇമേജിൽ നമ്മൾ ഹവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതൊരു ജിഫോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് ഇൻ ദിസ് കേസ് ഞാൻ എൻ്റെ ഫോട്ടോനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ക്രോപ്പ് ചെയ്യാം ആൻഡ് ഡൺ. ഓക്കെ, ആൻഡ് ഇത് എപ്പോഴാണ് കാണിക്കേണ്ടതെന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. എൻഡ് ഓഫ് ദ വീഡിയോ മതിയോ, കസ്റ്റം സ്റ്റാർട്ട് ടൈം വേണോ, അല്ലെങ്കിൽ സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ വേണമെന്ന് ഞാനിപ്പോൾ എൻറ്റയർ വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അവസാനം വരെ ആ ഒരു വാട്ടർമാർക്ക് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾ ഈ ചാനൽ കസ്റ്റമൈസേഷൻ ടാബിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പബ്ലിഷ് ചേഞ്ചസ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ലൈവ് ആകും. ആൻഡ് ഈ പ്രൊഫൈൽ പിക്ചറും ചാനൽ ബാനറൊക്കെ അപ്ഡേറ്റ് ആവാൻ ലെറ്റ്സ് ഒരു 5 to 10 minutes ഒക്കെ ചില കേസസിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ റൈറ്റ് അവേ വെച്ചിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ട് ഇത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് സെറ്റിംഗ്സ് ഒന്നും സേവ് ആയില്ല എന്നല്ല അർത്ഥം. ഒരു 5 to 10 minutes ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സെറ്റിംഗ്സ് ഒക്കെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ചേഞ്ചസ് പബ്ലിഷ്ഡ് എന്ന് വേണ്ടി നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഹോം ടാബിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ടാബ് കസ്റ്റമായിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഏതൊക്കെ വീഡിയോ ആദ്യം കാണിക്കണം, ഏത് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ബട്ട് കാര്യം സിമ്പിളാണ്. നിങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈം ഒരാൾ കാണുമ്പോൾ ഏതൊക്കെ വീഡിയോ ആണ് ഏറ്റവും ടോപ്പിൽ വരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിട്ടേണിംഗ് വ്യൂവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതാണ് വീഡിയോ കണ്ടതെന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ചാനലിൽ അതിൽ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓർഡറിലായിട്ട് കാണിക്കാനൊക്കെ ഈ ഒരു ഹോം ടാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ ഈ വ്യൂ ചാനൽ ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് എത്തും. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റം ഡിസ്പ്ലേ പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും, നമ്മളുടെ ബാനർ ഇമേജ് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്ത 2 ലിങ്ക്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു വ്യൂ ഇമെയിൽ അഡ്രസ് ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൽ സെറ്റ് ചെയ്തിട്ടുള്ള അതായത് ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ എനിക്ക് കാണാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ പ്രോസസ്സ് ഇസ് ഓൾമോസ്റ്റ് ഡൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റിംഗ്സിലേക്ക് പോകാമെന്നുള്ളതാണ്. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലോക്കൽ കറൻസിയിൽ ആ ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഏർണിങ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ USD മാറ്റിയിട്ട് INR സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ INR അല്ല, നിങ്ങൾക്ക് USD അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളേഴ്സിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കറൻസി ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഇന്ത്യൻ റുപ്പി വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ USDയിലേക്ക് തന്നെ വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാനൽ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷനൊക്കെ വേണ്ടി എലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഓപ്ഷനോ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ ലെറ്റ്സ് നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ കുക്കിംഗ് ടോപ്പിക്കിനെ പറ്റിയാണ് അല്ലെങ്കിൽ ട്രാവൽ ലൈഫ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എൻ്റെ ഒരു ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ലെറ്റ്സ് റെസിപ്പീസ് കുക്കിംഗ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുക്കിംഗ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കീവേഡ്സ് ഇവിടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് എന്തായാലും റിമൂവ് ചെയ്യുകയാണ്. ആൻഡ് ഇതിവിടെ അഡ്വാൻസ് സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലത്തെ കോൺറ്റൻറ്റ് ഒന്നും കുട്ടികൾക്ക് വേണ്ടി അല്ല ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഇവിടെ ഓക്കെ എവറിത്തിങ് ഓൾമോസ്റ്റ് ലുക്സ് ഗുഡ്. ആൻഡ് ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റി ടാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത്. അവിടെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി എനേബിൾഡ് ആണ്. അതായത് നമ്മൾക്ക് നമ്മളുടെ പ്ലേലിസ്റ്റിലേക്ക് കൊളാബറേറ്റേഴ്സിനെ ആഡ് ചെയ്യാം, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അടിച്ചേണ്ട രണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്ന് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയേ പറ്റുള്ളൂ. ആൻഡ് ഇത് എനേബിൾ ആക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ ചാനൽ ഫോൺ നമ്പർ യൂസ് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോൾ വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കുകയാണ്. അപ്പോൾ എന്നെ ഈ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് മീ വിത്ത് ദ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൺട്രി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് എൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് 1 വർഷം 2 ചാനൽ മാത്രമാണ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് ഞാനിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആൻഡ് ഈ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എൻ്റെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്യുകയാണ് 298712. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഫോൺ നമ്പർ വെരിഫൈഡ്, കൺഗ്രാറ്റുലേഷൻസ് യുവർ ഫോൺ നമ്പർ ഇസ് നൗ വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ലെറ്റ് മീ ഗോ ടു ചാനൽ ഫീച്ചർ എലിജിബിലിറ്റി. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും എനേബിൾ ആണ്. ചിലപ്പോൾ ചില കേസസിലൊന്നും ഈ ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഓൾറെഡി വേറെ കുറേയധികം ചാനൽസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എലിജിബിൾ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു ID വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യലോ അങ്ങനത്തെ കുറച്ചല്ലേ ചാനൽ ഹിസ്റ്ററി ബിൽഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എനേബിൾ ആക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദിസ് കേസ് എനിക്കിപ്പോൾ വേറെ കുറേയധികം ചാനൽസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇപ്പോൾ എനിക്കിവിടെ എലിജിബിൾ കിട്ടിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സ് എനേബിൾ ആക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ സേവ് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഒന്നുകൂടി സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ഇവിടെ ഞാനിപ്പോൾ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടൊരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വിസിബിലിറ്റിയും ടാഗൊക്കെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഓരോ വട്ടം ഞാൻ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ടാഗാണ്, എന്ത് ഡിസ്ക്രിപ്ഷനാണ്, എന്ത് ടൈറ്റിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പ്രീഫില്ലായി വരേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സോഷ്യൽ പ്രൊഫൈൽ ലിങ്ക്സിൻ്റെ ഒക്കെ കുറച്ച് ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഈ ലിങ്ക്സ് ഒക്കെ ബ്രോക്കൺ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ലിങ്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വട്ടം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഏറ്റവും ടെയിൽ എൻഡിൽ വന്നിട്ട് ഈ ഓരോരോ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഫിൽഡ് ആയിരിക്കും. അപ്പോൾ ഓരോ വട്ടം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എനിക്ക് ആ വീഡിയോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്താണോ അത് ജസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് കേസ് മാത്രമേ ഇതുള്ളൂ. ആൻഡ് സെയിം വേ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിലും വേണമെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്യാം. പക്ഷേ ഈ ടൈറ്റിൽ ഒരു പ്രീമെയ്ഡ് ടെംപ്ലേറ്റ് വെക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനി വിച്ച് വൈസ് ഇനിയിപ്പോൾ അഡ്വാൻസ് സെറ്റിംഗ്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും pretty much everything looks good to me. ഇവിടെ ഒന്നും മാറ്റാനൊന്നുമില്ല. ഇനി പെർമിഷൻസ്, ഇനി നിങ്ങളുടെ ചാനലിലേക്ക് വേറെ ആരെങ്കിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനോ എഡിറ്ററായിട്ടൊക്കെ മോഡറേറ്ററൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെന്നിട്ട് ഇൻവൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് റോളാണ് കൊടുക്കേണ്ടത്, മാനേജറാണോ എഡിറ്ററാണോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ എഡിറ്ററാണോ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് റോൾ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് അവർക്കൊരു ഇൻവൈറ്റ് പോകുന്നതായിരിക്കും. അവർക്കത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ബേസിക്കലി ഈ ഒരു പെർമിഷൻ സെക്ഷനിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സും കോൺഫിഗറേഷൻസ് ഒക്കെ ആയിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഓക്കെ ഞെക്കാം, ഡിസ്കാർഡ് ചെയ്യാം. ആൻഡ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ സെറ്റപ്പ് പ്രോസസ് ഇസ് കംപ്ലീറ്റ്ലി ഡൺ.
ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ടു അപ്ലോഡ് യുവർ ഫസ്റ്റ് എവർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അപ് ടു ദ ടോപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് വീഡിയോസ്. ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ അപ്ലോഡ് വീഡിയോസ്, ഗോ ലൈവ്, ക്രിയേറ്റ് പോസ്റ്റ്, പ്ലേലിസ്റ്റ്, പോഡ്കാസ്റ്റ് എന്ന് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഈ പോപ്പപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഫയൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ലെറ്റ്സ് സേ ഞാനിപ്പോൾ റാൻഡമായിട്ടൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ ആണ്, ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റിൽ എൻ്റർ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക, തംബ്നെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽ എൻ്റർ ചെയ്യലാണ്. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരു ലെറ്റ്സ് സേ ഒരു iPhone 16 Pro Maxൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എനിക്കിവിടെ iPhone 16 Pro Max റിവ്യൂ ആഫ്റ്റർ ലെറ്റ്സ് സേ 6 months. ഓക്കെ, ഇങ്ങനത്തെ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ടൈറ്റിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതിവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇനി ബ്ലോഗിങ് ചാനലാണെങ്കിലോ, കുക്കിംഗ് ആണെങ്കിലോ, റെസിപ്പി ആണെങ്കിലോ, ഗെയിമിംഗ് ചാനലാണെങ്കിലോ എന്ത് വേണം നിങ്ങൾക്ക് ടൈറ്റിലൂടെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ വീഡിയോ അബൌട്ട് ദി iPhone 16 Pro Max. ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കും ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്കബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ https ലെറ്റ്സ് സേ google.com. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക്സൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വീഡിയോയിൻ്റെ അതൊരാൾ വ്യൂവർ ഇത് കാണുമ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോനെ കോണ്ടന്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാവുന്നതാണ്. ടൈറ്റിലും ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടോ ജനറേറ്റ് ആയിട്ട് അതിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ യൂട്യൂബ് തന്നെ ഇതിൻ്റെ ഒരു റാൻഡം ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അതിപ്പോൾ തംബ്നെയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ചെന്നിട്ട് ഒരു കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഒരു തംബ്നെയിൽ എടുത്തിട്ട് ഡയറക്റ്റ്ലി ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3 തംബ്നെയിൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് നമ്മളുടെ വീഡിയോ ആൾക്കാർക്ക് കാണിക്കുമ്പോൾ ഓരോ വട്ടവും ഓരോരോ തംബ്നെയിലായിരിക്കും അവർക്ക് കാണിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നതോ CTR ഏറ്റവും കൂടിയ തംബ്നെയിൽ ഏതാണോ അത് യൂട്യൂബ് തന്നെ കണ്ടുപിടിച്ചിട്ട് അത് ഡീഫോൾട്ട് ആക്കി വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു 3 തംബ്നെയിൽ ഞാൻ എൻ്റെ വേറൊരു ചാനലത്തെ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു 3 തംബ്നെയിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്നു, ഇത് വേറെ ഒരെണ്ണം, ഇത് വേറെ ഒരെണ്ണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റും ഞാനിപ്പോൾ 3 തംബ്നെയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തംബ്നെയിലല്ല. ഇനി വെച്ച് ഞാൻ കാര്യം കാണിക്കാൻ വേണ്ടി ഇവിടെ 3 തംബ്നെയിലും 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ടൈറ്റിലാണ് ഞാൻ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3 ആഡ് ചെയ്തു, എന്നിട്ട് 3 ഇവിടെ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഡൺ ഞെക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് വിൽ ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്സ് ജോബ്. അതായത് യൂട്യൂബ് ഈ തംബ്നെയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് തംബ്നെയിൽ ഏതാണോ അതെടുത്ത് യൂസ് ചെയ്തോളും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ഇറ്റ്. ഇനി നിങ്ങൾക്ക് കസ്റ്റം പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ട് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നെയിമും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ ചെക്കിൽ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലേലിസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെറ്റ്സ് സേ ചാനലിൽ കുറച്ച് റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ എനിക്കൊരു കുക്കിംഗ് ചാനലാണുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ്, അതായത് കുറച്ച് കാറ്റഗറി ഓഫ് ഐറ്റംസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഡിന്നർ ഐറ്റംസ് അല്ലെങ്കിൽ ലഞ്ച് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനത്തെ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഓരോരോ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഓരോ വട്ടം ഞാനൊരു ലഞ്ചിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ ലഞ്ച് ഐറ്റംസ് എന്താണോ അതിൻ്റെയൊക്കെ ഓരോ റെസിപ്പി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഡിന്നർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഡിസേർട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എനിക്ക് ആഡ് ചെയ്യാം. സോ അതാണ് ബേസിക്കലി ഈ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഒക്കെ നിങ്ങളുടെ ചാനൽ വീഡിയോ കിഡ്സിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ ടു സെലക്ട് ദിസ് ഓപ്ഷൻ ദാറ്റ് സേസ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ആൻഡ് ഇൻ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ മോർ ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി ഒരു പ്രൊമോഷൻ പോലെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ടോപ്പ് ലെഫ്റ്റോ റൈറ്റോ കോർണറിലായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ ലേബൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കുക, ഈ ഓപ്ഷൻ ബേസിക്കലി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ ലീവ് ആസ് ഇറ്റ് ഈസ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗ്സ് ആണ്. അപ്പോൾ നമ്മളുടെ വീഡിയോനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി നമുക്ക് കുറച്ച് ടാഗ്സ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഞാനിപ്പോൾ എൻ്റെ iPhone 16 Pro Maxൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് റിലേറ്റഡ് ടാഗ്സ്, അതായത് ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ടാഗ്സ് എനിക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ iPhone 16 Pro റിവ്യൂ, iPhone 16
പ്രോ ക്യാമറ ടെസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡ്സ് ഒക്കെ എനിക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതെനിക്ക് ടാഗ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ഇവിടെ ടാഗ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി നിങ്ങളുടെ ചാനലിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല എന്നാണ് ഈ യൂട്യൂബ് പറയുന്നത്. എനി വിച്ച് വൈസ് നിങ്ങളുടെ ഡിസ്കവറബിലിറ്റി കൈൻഡ് ഓഫ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ടാഗ് ആഡ് ചെയ്യുന്നത് നല്ല ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, റെക്കോർഡിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് അൺനെസസറി. കോമൻസും കാറ്റഗറിയൊക്കെ യു ക്യാൻ ലീവ് ആസ് ഇറ്റ് ഇസ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എൻ സ്ക്രീനും കാർഡ്സും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ സ്ക്രീൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എൻഡ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ 2 സജസ്റ്റഡ് വീഡിയോസും നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടണും ഓൺ സ്ക്രീൻ തന്നെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻ സ്ക്രീനിൻ്റെയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെയും ഒരു ലെറ്റ്സ് സേ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ലെറ്റ്സ് സേ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഇവിടെ വെക്കുകയാണ്. നെക്സ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, വീഡിയോ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ മോസ്റ്റ് റീസെൻറ്റ് അപ്ലോഡ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെക്കുക. പിന്നെ ഒരു വീഡിയോയും കൂടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ ഒരു സ്പെസിഫിക് വീഡിയോ ഇല്ല, ബെസ്റ്റ് ഫോർ യു എന്ന് നോക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എൻ സ്ക്രീൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ്സ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഞാനൊരു വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റിലേറ്റഡ് വീഡിയോൻ്റെ ലിങ്ക് എനിക്കിപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി ആ ഒരു വീഡിയോൻ്റെ ഒരു ഇൻഫർമേഷൻ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബിനെ പറ്റിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ് ഓക്കെ ഞാൻ എൻ്റെ ചാനലിൽ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ക്ലിക്ക് ഓൺ ദി ഐ ബട്ടൺ അബോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ മേളിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ എൻ്റെ ആ ഒരു വീഡിയോ സജസ്റ്റ് ആയിട്ട് വരും, ഒരു ബാനർ പോലെ വരും. അപ്പോൾ അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ യൂസേഴ്സിന് കാണാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആഡ് കാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ആണോ പ്ലേലിസ്റ്റ് ആണോ ചാനലാണോ എന്താണ് ലിങ്ക് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഐ ബട്ടണിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ് കാണിക്കും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പറ്റില്ല എന്ന് നിങ്ങളോട് പറയും. ഇപ്പോൾ നമ്മളുടെ കേസിൽ എല്ലാം ക്ലീൻ ആണ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റീൻ്റെ ഇവിടെ പ്രൈവറ്റ് അൺലിസ്റ്റഡ് പബ്ലിക് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ തൊട്ട് താഴെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് ഓപ്ഷൻ ഞെക്കുക, പബ്ലിഷ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ യുവർ വീഡിയോ വിൽ ബി മെയ്ഡ് ലൈവ് ഇൻസ്റ്റൻ്റ്ലി. ഇനിയിപ്പോൾ ഈ അൺലിസ്റ്റഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ആവും, പക്ഷേ നിങ്ങളുടെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റില്ല. നിങ്ങളുടെ ആ പർട്ടിക്കുലർ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് ആൾക്കാർക്ക് സെൻഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ അൺലിസ്റ്റഡ് വീഡിയോ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കേണ്ടത് അവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു പ്രൈവറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് സേ എനിക്ക് നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വല്ലതും ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചെന്നൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം, ആ പെർട്ടിക്കുലർ ടൈം സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്കെഡ്യൂൾ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ചാനലിൽ എൻ്റെ വീഡിയോ ലൈവ് ആക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു സ്കെഡ്യൂൾ ബട്ടൺ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇതൊരു പ്രീമിയർ ആയിട്ടും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രീമിയർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും യൂട്യൂബ് ഈ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങും ലൈവ് പോലെ. അപ്പോൾ ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ പറ്റത്തില്ല. അത് ലൈവ് പോലെ ആ ഒരു വീഡിയോ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു പ്രീമിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു സ്കെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം അതായത് February 7 9:15 AM ആകുമ്പോൾ ദിസ് വീഡിയോ വിൽ ഗോ ലൈവ് ഓൺ മൈ ചാനൽ. ആൻഡ് ഇപ്പോൾ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കും കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ലിങ്ക് ഞാനിപ്പോൾ കോപ്പി ചെയ്തിട്ട് ന്യൂ ടാബിൽ പേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഇതൊരു ലെറ്റ്സ് ഒരു ഇതിപ്പോൾ ഞാനൊരു പ്രീമിയർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ചാറ്റ് ചെയ്യാനും ചാറ്റ് സെൻഡ് ചെയ്യാനും അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു നോർമൽ വീഡിയോ ആയിരുന്നെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് കാണാൻ പറ്റും, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നിങ്ങളൊരു ലെറ്റ്സ് ഒരു ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ ഫസ്റ്റ് എവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പേജിലേക്ക് വരും. അതിലൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഇമേജോ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ പോളോ ടെക്സ്റ്റ് പോളോ ക്യൂസോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഹെഡിങ് ബാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലിറ്റിക്സ് ടാബാണ്. ഈ ഒരു അനലിറ്റിക്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓവർവ്യൂ, കോണ്ടന്റ്, ഓഡിയൻസ്, ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങളുടെ ചാനലിൽ കുറേയധികം വ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അത് ഞാൻ എൻ്റെ വേറൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏൺ എന്ന് പറഞ്ഞൊരു ടാബാണ്, അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എക്സ്പാൻഡഡ് YPP പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ YPP പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ആഡ്സ് നിങ്ങളുടെ ചാനലിലേക്ക് കാണിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ 4000 hours വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും കിട്ടണം. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ്
സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് 365 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ചാനലിൽ 4000 വാച്ച് അവേഴ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു YPP പ്രോഗ്രാമിലേക്ക്, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആഡ്സ് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ എലിജിബിൾ ആയെന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു അത്രയും ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കണ്ടിട്ട് വാ. ഓൾ റൈറ്റ്, സോ ബിഫോർ വി പ്രൊസീഡ് ഫർദർ, നിങ്ങളുടെ ചാനലിൽ യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ടി എലിജിബിൾ ആവണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ഓവർവ്യൂ ആൻഡ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് ആഡ്സ് കാണിച്ച് പൈസ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ മിനിമം 1000 സബ്സ്ക്രൈബേഴ്സും വേണം. പിന്നെ ലാസ്റ്റ് 12 മന്ത്സിനുള്ളിൽ നമ്മളുടെ ചാനലിൽ 4000 പബ്ലിക് വാച്ച് അവേഴ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്സ് ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് ഉണ്ടായിരിക്കണം. അതായത് 1000 നിങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, 1000 സബ്സ്ക്രൈബേഴ്സും കിട്ടി ആൻഡ് ലാസ്റ്റ് 365 ഡേയ്സിൽ നിങ്ങൾക്ക് 4000 അവേഴ്സ് വാച്ച് ടൈം ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഒരു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ചാനലിൽ ആഡ്സ് കാണിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് ആഡ്സിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണമെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയത്തിൽ നിന്നുള്ള ആ ഒരു റവന്യൂ കട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും വേണം, 4000 അവേഴ്സ് പബ്ലിക് വാച്ച് ടൈം അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്, അതായത് ലാസ്റ്റ് 90 ഡേയ്സ് നിങ്ങളുടെ ഷോർട്സ് ചാനലിൽ വേണം. പക്ഷേ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് എക്സ്പാൻഡഡ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സ് വാച്ച് ടൈം ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. എന്താ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മളുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 3 വാലിഡ് പബ്ലിക് അപ്ലോഡ്സ്, അതായത് 3 വീഡിയോ ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇത് രണ്ടും എന്തായാലും വേണം. അതിനുശേഷം നമുക്ക് 3000 പബ്ലിക് വാച്ച് അവേഴ്സോ അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്ട് വ്യൂസ് ഇൻ ലാസ്റ്റ് 90 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഡഡ് യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും. ഇതിന് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണമായിരുന്നു, അതായത് മെയിൻ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിന് വേണ്ടി എലിജിബിൾ ആണെങ്കിൽ. പക്ഷേ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് മതി ആൻഡ് വാച്ച് അവേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 3000 മതി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതായത് എക്സ്പാൻഡഡ് YPP നമ്മൾ പാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ആഡ്സ് വരത്തൊന്നുമില്ല, ആഡ്സിൽ നിന്നുള്ള ക്യാഷും കിട്ടത്തില്ല, യൂട്യൂബ് പ്രീമിയം എന്നുള്ള കട്ടും കിട്ടത്തില്ല. പക്ഷേ നമുക്ക് കുറച്ചധികം മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് അങ്ങനത്തെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എലിജിബിൾ ആവും നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലുള്ള ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് ഏർണിങ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്കാണെങ്കിലോ നമ്മുടെ ചാനൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ഒരു അപ്രൂവൽ പ്രോസസ്സിലൂടെ പോകും. അപ്പോൾ ഈ അപ്രൂവൽ പ്രോസസ്സ് ഇവർ പറയുന്ന കപ്പിൾ ഓഫ് വീക്സ് 1 മന്ത് ഒക്കെ വരെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു അപ്രൂവൽ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ ആഡ്സ് വരത്തുള്ളൂ, നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങാനും പറ്റത്തുള്ളൂ. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് നമ്മുടെ ചാനൽ ബ്ലോ അപ്പ് ആയി വരുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് വരുന്നതും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേയധികം നമുക്ക് ആഡ്സിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്രൂവലിന് കൊടുക്കണം. അപ്രൂവലിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനൽ അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സ് വാച്ച് ടൈം ആകുമ്പോൾ ആഡ്സും നമ്മുടെ യൂട്യൂബ് പ്രീമിയം എന്നുള്ള ഏർണിങ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ഓൺ ആയി വന്നോളും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ടൊരു അല്ലെങ്കിൽ വേറെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സഡൻ ബേസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ചാനലിൽ കുറേയധികം വ്യൂസും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഏർണിങ്സ് ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു ടിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് ഞാൻ ഈ ആക്ച്വൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാണിച്ചു തരാം. ഓൾ റൈറ്റ്, സോ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ആൻഡ് ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ്ബോർഡിലാണുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മളുടെ ചാനലിന് 2622 സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അനലിറ്റിക്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൻഡ് ഞാനിപ്പോൾ അനലിറ്റിക്സ് ഡേറ്റ ഫോർ ദ ലാസ്റ്റ് 365 ഡേയ്സിൽ വെക്കാം. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ലാസ്റ്റ് 365 ഡേയ്സിൽ 4000 അവേഴ്സ് വാച്ച് ടൈം വേണം. നമുക്ക് ഒബ്വിയസ്ലി പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അത് അത്ര 365 ഡേയ്സിനുള്ളിൽ വേണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ലാസ്റ്റ് 365 ഡേയ്സിൽ 4000 അവേഴ്സ് വാച്ച് ടൈം വേണം. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ചാനൽ 3000 അവേഴ്സ് വാച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ഇതിന് വേണ്ടി മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബ് ആഡ്സും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് 4000 അവേഴ്സ് വാച്ച് ടൈം കഴിഞ്ഞിട്ട് മാത്രമേ വരുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും 3000 അവേഴ്സ് വാച്ച് ടൈം ആകുമ്പോൾ തന്നെ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 4000 അവേഴ്സ് വാച്ച് ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു അപ്രൂവലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ്ലി നിങ്ങളുടെ ആഡ്സ് വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആഡ്സ് നിങ്ങളുടെ ചാനലിലേക്ക് വരാനും
അത്രയും അൺമോണിറ്റൈസ്ഡ് ആയിട്ടുള്ള വ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ലിറ്ററലി നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഏർണിങ്സ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ടിപ്പാണ്. ബേസിക്കലി 3000 hours വാച്ച് ടൈം ആയാൽ തന്നെ അപ്പോൾ തന്നെ ചെന്ന് ഈ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ 3.9K, അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 4000 hours വാച്ച് ടൈം ആയിട്ടുണ്ട്. 69.7K മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് 2500 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, റൈറ്റ്? ഇനിയിപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏൺ ടാബിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. അത് അൺലോക്ക്ഡ് കാണാൻ പറ്റും, സ്റ്റാർട്ട് യുവർ ഏർണിംഗ് ജേർണി. ആൻഡ് ഇവിടെ ഈ ഒരെണ്ണം, അതായത് നമ്മുടെ മെമ്പർഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂപ്പർ ചാറ്റും സൂപ്പർ താങ്ക്സും പിന്നെ ഷോപ്പിംഗ്, ഈ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ നമുക്ക് 3000 hours വാച്ച് ടൈം മതി. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി നമ്മളുടെ ചാനൽ, അതായത് ഈ ഒരു 3000 hours അൺലോക്ക് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വേണ്ടി മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് ഇത് ആകുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. പിന്നെ സെക്കൻഡ് നമ്മൾ വേറെ ഒരു അപ്രൂവൽ എടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇവിടെ നമ്മൾ അനലിറ്റിക്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, നമുക്ക് ഓൾറെഡി ഞാൻ 365 days ഇടാം, നമുക്കിവിടെ 3.9K ഓൾറെഡി ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 4000 hours വാച്ച് ടൈം ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഏൺ ടാബിൽ വന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നമുക്ക് 3037 hours മാത്രമേ ഉള്ളതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഡേറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് February 4th ഈ ഒരു വീഡിയോ. പക്ഷേ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ പറ്റും ഷോയിങ് ഡേറ്റ ആസ് ഓഫ് January 30th എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ അപ്ഡേറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഓപ്ഷൻ അൺലോക്ക് ആകുമ്പോൾ തന്നെ ചെന്നിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിത് അൺലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലൈ നോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇവിടെ നമുക്ക് 3 സ്റ്റെപ്പ് കാണാൻ പറ്റും, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം റിവ്യൂ ദ ബേസ് ടേംസ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ട് വെക്കുക. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ലോങ് ഡോക്യുമെൻറ്റ് വരും, നിങ്ങൾക്ക് ഇത് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാം. അതിനുശേഷം അടിയിലൊരു ഐ അക്സെപ്റ്റ് ദ ബേസ് ടേംസ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ബോക്സ് ഉണ്ടാകും. ജസ്റ്റ് അത് എനേബിൾ ചെയ്തിട്ട് അക്സെപ്റ്റ് ടേംസ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഓൾറൈറ്റ്, സോ അപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ ഡൺ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ അപ്പ് ഫോർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ സ്റ്റാർട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് എ ന്യൂ ആഡ്സൻസ് അക്കൗണ്ട് ഫോർ യൂട്യൂബ് ഓർ കണക്ട് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെയും കുറേ അധികം യൂട്യൂബ് ചാനൽസൊക്കെ എൻ്റെ ആ സെയിം ആഡ്സൻസ് അക്കൗണ്ടിൽ തന്നെ മോണിറ്റൈസ്ഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ആഡ്സൻസ് അക്കൗണ്ടിന് വേണ്ടി നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ യു വിൽ ബി റിഡയറക്റ്റഡ് ടു ദ ആഡ്സൻസ് ഫോർ യൂട്യൂബ് ടു കംപ്ലീറ്റ് ദി സ്റ്റെപ്പ് എന്ന് പറയും. എന്നിട്ട് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് എൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് ഫോർ യൂട്യൂബ് ഓർ ആഡ്സൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോ ഐ ഡോണ്ട് ഹാവ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ്സൻസ് അക്കൗണ്ട് ഇല്ല എന്നാണെങ്കിൽ, അതായത് നിങ്ങൾ മുമ്പ് യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോഗ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ ഐ ഡോണ്ട് ഹാവ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ ദ നെക്സ്റ്റ് സ്ക്രീൻ ചൂസ് ദ ഗൂഗിൾ അക്കൗണ്ട് യു വോണ്ട് ടു ക്രിയേറ്റ് എൻ ആഡ്സൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് വിത്ത് യു വിൽ ബി റിഡയറക്റ്റഡ് ടു ആഡ്സൻസ് ഫോർ YouTube to create a new account. Once you're done, you'll be redirected back to YouTube. അതായത് നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ഞെക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറയും. ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ പേരും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിലേക്ക് വരും. ആൻഡ് ഓൾമോസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ് ഡൺ ആയിരിക്കും. ഇനി എൻ്റെ കേസിൽ എനിക്ക് ഓൾറെഡി ഒരു ആഡ്സൻസ് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. യെസ് ഐ ഹാവ് എൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഐ ക്യാൻ ക്ലിക്ക് ഓൺ കണ്ടിന്യൂ ബട്ടൺ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഡ്സൻസിൻ്റെ ഇതിലേക്ക് നമ്മളെ, അതായത് ആഡ്സൻസിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. ആൻഡ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇമെയിൽ സെലക്ട് ചെയ്യലാണ്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഈ ഒരു ഇമെയിലാണ് എൻ്റെ ആഡ്സൻസ് അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ കണ്ടിന്യൂ വിത്ത് ദിസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പബ്ലിഷർ ഐ ഡി, നമ്മളുടെ കൺട്രി, ടൈം സോൺ, പേര്, അഡ്രസ്, പിന്നെ പേയ്മെൻറ്റ് കറൻസി, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും യു ആർ ഓൾറെഡി ലിങ്ക്ഡ് ടു എൻ എക്സിസ്റ്റിംഗ് ഗൂഗിൾ പ്രോഡക്റ്റ്, അങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാ. ആൻഡ് ജസ്റ്റ് കണ്ടിന്യൂ ഞെക്കുക. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ അഡ്രസ്സും കാണാൻ പറ്റും. ഇനിയിപ്പോൾ സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ സെറ്റപ്പ് പ്രോസസ്സ്, അതായത് നമ്മുടെ കണക്ഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനിയിപ്പോൾ റീഡയറക്റ്റ് യൂട്യൂബ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കൂടി നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ അപ്രൂവലിന് വേണ്ടി സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ നൗ ദ സെറ്റപ്പ് പ്രോസസ് ഇസ് ഡൺ. ആൻഡ് നമ്മളുടെ റിക്വസ്റ്റ്, അതായത് ആപ്ലിക്കേഷൻ ഇപ്പോൾ പോകും. ആൻഡ് വിത്തിൻ അബൌട്ട് ലെറ്റ്സ് സേ ഒരു 4 to 7 ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരിതും വരും. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും ഗെറ്റ് റിവ്യൂഡ് എന്ന് പറഞ്ഞിട്ട് സെക്ഷനിൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. യൂട്യൂബ് വിൽ റിവ്യൂ യുവർ ചാനൽ ടു മേക്ക് ഷുവർ ഇറ്റ് കംപ്ലൈസ് വിത്ത് ദി യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസീസ്. വി വിൽ ഇമെയിൽ യുവർ ഡിസിഷൻ യൂഷ്വലി വിത്തിൻ എ മന്ത്. ദ സ്റ്റെപ്പ് വിൽ ബിഗിൻ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ ഫസ്റ്റ് 2 steps. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 3 ഇൻ പ്രോഗ്രസ് ആണ്. ആൻഡ് ബൈ ദ വേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഓരോ ഗൈഡ് ലൈൻസും പോളിസീസൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള കോണ്ടന്റ് ആണ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ തരത്തിലുള്ള കോണ്ടന്റ് പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് pretty much all about it. എൻ്റെ കേസിൽ ഞാൻ ഇതിന് മുമ്പൊക്കെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തപ്പോഴാണെങ്കിലും വിത്തിൻ 4 to 5 days ഒക്കെ എനിക്ക് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ ദ വർക്ക് ലോഡ്, അതായത് അവർക്ക് എത്ര ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഹോളിഡേയ്സ്, അങ്ങനത്തെ കുറച്ച് റീസൺസ് പറഞ്ഞിട്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എനി വിച്ച് വൈസ് ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇത്രയും മാത്രം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ട് അപ്രൂവ് ആയി കിട്ടും. ഒബ്വിയസ്ലി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് പ്രോസസ് ഓൾമോസ്റ്റ് ഡൺ. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ്സ് pretty much how you enable monetization on your channel. ആൻഡ് ദിസ് ടൈം അറൗണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ ലെസ് ദാൻ 20 hours നമ്മുടെ ചാനൽ അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് എവർ ഹാപ്പൻ ടു മീ. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഡേറ്റിലാണ്, അതായത് February 4th ഈ ഒരു ടൈമിലാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തത്. ആൻഡ് February 5th ഈ ഒരു ടൈമിൽ നമ്മുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞ് നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഓൾറെഡി പാർട്ടിൻ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടവൻ തന്നെ ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നിങ്ങളുടെ ചാനൽ എനേബിൾ ആക്കാൻ വേണ്ടി, പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങളുടെ ചാനൽ ആ ഒരു മോണിറ്റൈസേഷൻ ത്രഷോൾഡ്, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് വൺ മോർ കാര്യം ഞാൻ കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനലിറ്റിക്സ് ടാബാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ലെറ്റ്സ് സേ വേറെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ലെറ്റ്സ് സേ എൻ്റെ മലയാളത്തിലുള്ളൊരു ടെക് ചാനൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ അനലിറ്റിക്സ് ടാബിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടി, എത്ര വ്യൂസ് കിട്ടി, എത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, അവരുടെ വാച്ച് ടൈം അവേഴ്സ് എത്രയാണ്, റിയൽ ടൈം വ്യൂസ്, ടോപ്പ് പെർഫോമിംഗ് കോണ്ടൻറ്റ് ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ കോണ്ടൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റ്, ഇംപ്രഷൻസ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, ടോപ്പ് വീഡിയോസ്, ആൾക്കാർ എങ്ങനെയാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത്, പിന്നെ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ കാണുന്നത്, നമ്മളുടെ ചാനൽ കാണുന്ന ആൾക്കാർ വേറെ ഏതൊക്കെ ചാനലാണ് കാണുന്നത്, ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ്, പിന്നെ ലെറ്റ്സ് സേ ഫീമെയിൽ ആണോ മെയിൽ ആണോ, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഈ ഒരു ടാബിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളുടെ ചാനൽ പൈസ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ സെക്ഷൻ, നമ്മുടെ പൈസ എത്ര കിട്ടി, മന്ത് ഓവർ മന്ത് എത്ര കിട്ടി, RPM എത്രയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അനലിറ്റിക്സ് ടാബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് ആൻഡ്രോയിഡിലും iOSലും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അനലിറ്റിക്സ് വ്യൂ ചെയ്യാൻ അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഇത്രയും സിമ്പിളാണ് ഒരു യൂട്യൂബ് ചാനൽ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാനും, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും, കസ്റ്റം തംബ്നെയിൽ സെറ്റ് ചെയ്യാനും, നിങ്ങളുടെ ചാനൽ ബാനർ ആഡ് ചെയ്യാനും, ലിങ്ക്സ് ആഡ് ചെയ്യാനും, ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാനും, കാർഡ്സ് ആഡ് ചെയ്യാനും, എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാനും, ഫൈനലി മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ നൗ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഓൾറെഡി അപ്പ് ആൻഡ് ലൈവ് ആയിരിക്കും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് പോസ്റ്റിംഗ് സം ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ഓൺ ഈ ചാനൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ്, മേക്ക് ഷുർ സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.